ചോറിന് കറി ഉണ്ടാക്കാൻ കഷ്ണമൊന്നുമില്ലെങ്കിൽ വിഷമിക്കണ്ട. ഇതുപോലത്തെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു തക്കാളി മോരുകറി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുകും ഉലുവയും ആദ്യം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതൊരു മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു പകുതി സവാള, കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറുള്ളി ഇല്ലെങ്കിൽ സവാള കുറച്ച് കൂടുതൽ എടുത്താൽ മതി. പച്ചമുളക്, ഞാൻ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുക്കാം. പിന്നെ കുറച്ചധികം കറിവേപ്പില. പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഉള്ളി കുറച്ചധികം തന്നെ എടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ തൈരിൻ്റെ കട്ടയൊന്ന് ഉടച്ചെടുക്കണം. സ്പൂണോ ഫോർക്കോ വിസ്കോ യൂസ് ചെയ്യാം. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ മോരാക്കി എടുക്കരുത്. ഇപ്പോൾ ഉള്ളിയുടെയൊക്കെ കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ചേർക്കണ്ട. മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിൽ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. സ്കൂളിൽ പഠിക്കുമ്പോൾ നോൺ വെജ് ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മോരുകറിയും കടല റോസ്റ്റും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന മോരുകറിയേക്കാളും എനിക്കിഷ്ടം ഇത് തന്നെയാണ്. അപ്പോൾ വഴറ്റി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അപ്പോൾ പച്ചത്തക്കാളി ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നത്. നന്നായി വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മിക്സിയുടെ ജാറിലിട്ട് മോരാക്കാതെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഒന്ന് കട്ട ഉടച്ചു കൊടുത്താൽ മതി. തൈരിൻ്റെ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൈ വിടാതെ മിക്സ് ചെയ്യുക. ഇത് തിളപ്പിക്കാൻ അനുവദിക്കരുത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് ഇളക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മഞ്ഞ കളറായിട്ട് വന്നോളും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചെറുള്ളി ഇല്ലെങ്കിൽ കുറച്ചധികം സവാളയും, കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകും യൂസ് ചെയ്യാം. അതല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കുറുകിയിരിക്കും. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിനെ കൂടെ കൂടിക്കോ.